അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ 10,897, മെറിറ്റിൽ ഇനി 5,745. ആകെ ഒഴിവുകളെന്ന് പറയുന്നത് 21,550. അൺഎയ്ഡഡ് സീറ്റുകൾ നമ്മൾ ഒഴിവാക്കിയാൽ 11,083 സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. നമസ്കാരം. മലബാർ ജില്ലകളിലെ +1 ക്ഷാമത്തിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭം തുടരുമ്പോൾ ഇതുവരെയില്ലാത്ത പുതിയ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. ഇതിന് ശിവൻകുട്ടിയെ പ്രേരിപ്പിച്ചതാകട്ടെ SFI ദേശീയ നേതൃത്വം +1 സീറ്റ് പ്രതിസന്ധി യാഥാർത്ഥ്യമാണ് എന്ന നിലപാട് സ്വീകരിച്ചു. മന്ത്രി ശിവൻകുട്ടി കണ്ണടച്ചിരുട്ടാക്കുകയാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി KSTA നേതാവ് PJ ബിനീഷ്, MSF നേതാവ് നജ്മ തബ്ഷീറ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നേതാവ് നഈം ഗഫൂർ എന്നിവർ. ആദ്യം നജ്മയിലേക്ക്. നജ്മ, ഇന്ന് മന്ത്രി അവതരിപ്പിച്ച കണക്ക് വല്ലതും മനസ്സിലായോ? സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന കണക്കല്ല ഇന്ന് മന്ത്രി അവതരിപ്പിച്ചത് എന്ന് മനസ്സിലായി. കാരണം കഴിഞ്ഞ 8 വർഷങ്ങളിലായിക്കൊണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഇതേ സമയത്ത് ഇതേ മന്ത്രിയുടെ പ്രസ്താവനകൾ എടുത്തു നോക്കിയാൽ ഇതുപോലെ മനുഷ്യർക്ക് മനസ്സിലാവാത്ത കണക്കാണ് അവതരിപ്പിക്കുന്നത് എന്ന് ബോധ്യമാവാൻ സാധിക്കും. കാരണം മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മുഴുവനായുള്ള സീറ്റുകളുടെ എണ്ണം, ആ സീറ്റുകളിൽ ഇത്ര സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഒരു പക്ഷേ ഫാക്ച്വലി അതിലൊരു ശരിയുണ്ടായേക്കാം, പക്ഷെ ചോദ്യത്തിന് ഉത്തരമല്ല അത്. മലബാറിൽ ഇത്രയധികം കുട്ടികൾ പഠിച്ചു പുറത്തിറങ്ങുന്നു, ആ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ആനുപാതികമായ സീറ്റില്ല എന്നതാണ് നമ്മളെല്ലാവരും ഉന്നയിക്കുന്ന വിഷയം. ആ വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ കുറേയധികം സീറ്റുകൾ ബാക്കിയുണ്ട്. കഴിഞ്ഞ വർഷമാണെന്ന് അദ്ദേഹം തോന്നുന്നു അവിടെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കട്ടെ എന്ന വിവാദ പ്രസ്താവന പോലും ഉണ്ടാക്കിയത്. ഇതേ മന്ത്രിയുടെ പല വിവാദ പ്രസ്താവനകളും ഇതിനു മുൻപ് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കട്ടെ എന്ന് ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്രസ്താവന അവിടെ നിൽക്കട്ടെ, നമ്മുടെ SSLC ഫലം തമാശയാണ് എന്നുപോലും പറയുന്ന പ്രസ്താവന ഇതേ മന്ത്രിയിൽ നിന്നുണ്ടായതായി നമുക്കറിയാം. അഥവാ ചോദ്യം ചോദിക്കുന്നതൊന്നും മറ്റൊന്നുത്തരവുമായി തരുന്ന, ഈ മറ്റൊന്നുത്തരം തരുന്നത് ഇദ്ദേഹത്തിന് വിവരമില്ലാഞ്ഞിട്ടോ എഴുതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടോ അല്ല. ഇത് ബോധ്യപ്പെടുത്തേണ്ട, ഈ മനുഷ്യർക്ക് ഇത് ബോധ്യം വരേണ്ട ആവശ്യമില്ല എന്ന കൃത്യമായ നിശ്ചയദാർഢ്യത്തോടു കൂടി അവതരിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ മലബാറിൽ അഥവാ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലായിക്കൊണ്ട് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയും വിജയിക്കുകയും ചെയ്ത കുട്ടികളുടെ ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ട്. ഈ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലും കുറവുള്ള സീറ്റ് അഥവാ 10ാം ക്ലാസ് പരീക്ഷ വിജയിക്കുകയും ഏറ്റവും നന്നായി മാർക്ക് സ്കോർ ചെയ്യുകയും ഇപ്പോൾ +1ന്റെ 1ാം ഘട്ട 2ാം ഘട്ട 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഇതിന് പഠിക്ക് പുറത്തായി ഇതുവരെ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ കണക്ക്, ആ കണക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള മതിയായ സീറ്റ് മലബാറിലില്ല എന്നതാണ് നമ്മൾ ഉന്നയിക്കുന്ന വിഷയം. അവിടെ അദ്ദേഹം പറയുന്നത് 10,21,000 സീറ്റിന്റെ മാത്രം കുറവേ ഉള്ളൂ, അതും അൺഎയ്ഡഡ് മേഖലയിലെ അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിലെ കൂടി സീറ്റുകൾ പരിഗണിക്കുകയാണെങ്കിൽ 10,11,000 സീറ്റുകളുടെ കുറവേ ഉള്ളൂ. പച്ചക്കള്ളമാണിത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട്, എന്തിനും മന്ത്രി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട്, ഈ ജനപ്രതിനിധി എന്ന സ്ഥാനത്തിരുന്നു പോലും ഒരു മനുഷ്യൻ ചെയ്യരുതാത്ത ക്രൂരതയാണിത്. ഇതൊന്നുമില്ല എന്ന് കണ്ണടച്ചിരുട്ടാക്കുന്നത്. ഇതുണ്ട് എന്നത് യാഥാർത്ഥ്യമായിരിക്കെ തന്നെ അതിൽ നിന്ന് വിഷയം മാറ്റാനാണ് വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം പറയാം, കഴിഞ്ഞ 2-3 വർഷങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ LDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഇങ്ങോട്ട് മുതൽക്കുള്ള കാലം നോക്കുകയാണെങ്കിൽ ഇന്നേ വരെ മലബാറിന് ഒരു അധിക ബാച്ച് പോലും അനുവദിച്ചിട്ടില്ല. 2011-16 കാലഘട്ടത്തിൽ UDF ഭരണത്തിലിരിക്കുമ്പോഴാണ് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് മലബാറിലേക്ക് പുതിയ ഹയർ സെക്കൻഡറി കോഴ്സുകളും പുതിയ ബാച്ചുകളും അനുവദിച്ചത്. യഥാർത്ഥത്തിൽ ആനുപാതികമായ സീറ്റ് വർദ്ധിപ്പിക്കുക, ബാച്ച് വർദ്ധിപ്പിക്കുക എന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ശരിയായ നടപടി. അതിനുശേഷമുള്ള ഗവൺമെന്റ് ഇന്നേ വരെ ബാച്ച് വർധന നടത്തിയിട്ടില്ല. ഇതുപോലെ +1ലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള കുട്ടികൾ പുറത്തു നിൽക്കുമ്പോൾ സീറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. 10%, 15% എന്ന രൂപത്തിൽ. ആ സീറ്റ് വർധന തന്നെ നിരന്തരമായ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തിന് ശേഷമാണ്. MSF ഒക്കെ കഴിഞ്ഞ കാലത്തിൽ നടത്തിയിട്ടുള്ള അതിഭീകരമായ സമരങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതിന്റെ ഒടുവിൽ മുട്ടുമടക്കിക്കൊണ്ട് സർക്കാർ ഒരു തീരുമാനമെടുക്കും, അതെ ഞങ്ങൾ കുറച്ച് സീറ്റ് വർദ്ധിപ്പിച്ചു തരാം. ഇപ്പോൾ ഞങ്ങളുടെ ജില്ലയിലടക്കം ഓരോ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഒരു ബാച്ചിൽ 50 കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് യഥാർത്ഥത്തിൽ നയമനുസരിച്ചുള്ളത്. എന്നാൽ അതേ ക്ലാസ്സിൽ 60, 65, 70 കുട്ടികൾ വരെ കൂടുതലായി ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ മലബാറിലെ പല ക്ലാസ്സുകളിലും, മലപ്പുറം ജില്ലയിലെ അടക്കം പല ക്ലാസ്സുകളിലും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത്രയധികം കുട്ടികളെ മാനേജ് ചെയ്യാൻ
ഉള്ള അധിക അധ്യാപകരെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു അധ്യാപകന് ഒരു ക്ലാസ്സിൽ 65ഉം 70ഉം കുട്ടികളെ, 50 കുട്ടികൾക്ക് ഇരിക്കാവുന്ന ക്ലാസ്സിൽ 65ഉം 70ഉം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കേണ്ടതായി വരുന്നു. അതിനനുസരിച്ച് അധ്യാപകരെ കൂടുതലായി നിയമിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. കഴിഞ്ഞ വർഷം കൊട്ടിഘോഷിച്ചുകൊണ്ട് മന്ത്രി ശിവൻകുട്ടിയുടെ ഗവൺമെന്റ് പുതിയ ബാച്ചുകൾ അനുവദിക്കുകയും അത് നമ്മളെല്ലാവരും ആ വാർത്ത കേട്ടപ്പോൾ അതിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തു. പുതിയ ബാച്ച് വരുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു ഉണ്ടത്. വളരെ ഒറ്റപ്പെട്ട, വളരെ കുറച്ച്, നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന അത്ര ബാച്ചുകളാണ് പുതുതായി അനുവദിച്ചത്. ആ പുതുതായി അനുവദിച്ച ബാച്ചുകളിൽ ഉണ്ടായിരുന്ന കള്ളത്തരം. ഞാൻ പഠിച്ചത് മലപ്പുറം ജില്ലയിലെ PKM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ്. വേണമെങ്കിൽ അതിന്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. PKM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കെടുത്ത് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ഈ പ്രാവശ്യം 2085 കുട്ടികൾ SSLC പാസ്സായിട്ടുണ്ട്. 2085 കുട്ടികൾ SSLC പാസ്സായിട്ടുണ്ട്. അതിൽ തന്നെ 401 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. 401 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അതേ സ്കൂളിലുള്ള +1 ബാച്ചുകളുടെ എണ്ണമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുമ്പ് അത് 3 ബാച്ചായിരുന്നു, 2 സയൻസ് ബാച്ചും 1 കൊമേഴ്സ് ബാച്ചും എന്ന നിലയിൽ. അത് പിന്നീട് 5 ബാച്ചാക്കി ഉയർത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ 2011-16 കാലഘട്ടത്തിൽ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഞാൻ +2 പഠിക്കുമ്പോഴാണ് അവിടെ 2 ബാച്ച് അധികം വരുന്നത്. ആ 2 ബാച്ച് ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാച്ചും ഒരു സയൻസ് ബാച്ചും കൂടുതലായി വന്നു. അതിനുശേഷമുള്ള ഇത്രയും വർഷം, 8 വർഷങ്ങളായിട്ട് അവിടെ ബാച്ച് വർധന ഉണ്ടായിട്ടില്ല. ഇത്രയും കുട്ടികൾ, 2000-ഓളം കുട്ടികൾ പരീക്ഷ എഴുതി പാസ്സായി വരുന്ന ഒരു സ്കൂളിൽ പിന്നീട് ബാച്ച് വർധന ഉണ്ടായിട്ടില്ല. എന്നാൽ സീറ്റ് വർധനയുണ്ടായി. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സീറ്റ് വർധനയുണ്ടാവും. ഈ സീറ്റ് വർധന ഉണ്ടാകുമ്പോൾ 10%, 20%, 30% സീറ്റ് വർദ്ധിപ്പിക്കും. അങ്ങനെ കഴിഞ്ഞ വർഷം 30%, 15 സീറ്റോളം വർദ്ധിപ്പിച്ചു എന്നാണ് അറിവ്. അങ്ങനെ ഈ 10ഉം 20% സീറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 50 കുട്ടികൾ ഇരിക്കേണ്ട ക്ലാസ്സിൽ 65 കുട്ടികളെ ഇരുത്തിക്കൊണ്ടാണ് അവിടുത്തെ അധ്യാപകർ ക്ലാസ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബാച്ച് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ച ബാച്ചിന്റെ കോമഡി എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം എല്ലായിടത്തും നൽകിയ ബാച്ചുകൾ ഇത്തരത്തിലുള്ളതായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ച് അധികമായി അനുഭവിച്ചു. പക്ഷെ അത് ടെമ്പററി ബാച്ചാണ്. അതൊരു പെർമനന്റ് ബാച്ചല്ല, ടെമ്പററി ബാച്ചാണ്. ടെമ്പററി ബാച്ച് ആകുമ്പോൾ സർക്കാരിനുള്ള ഗുണങ്ങൾ, അവിടെ കൃത്യമായിട്ടുള്ള അധ്യാപക നിയമനം നടത്തേണ്ടതില്ല. ടെമ്പററി ബാച്ചുകളിൽ നിയമിക്കുന്ന അധ്യാപകർ ഡെയിലി വേജിനാണ് വർക്ക് ചെയ്യുന്നത്. ഹ്യൂമാനിറ്റീസ് ബാച്ച് ഇല്ലാത്തൊരു സ്കൂളിൽ പുതിയ ഹ്യൂമാനിറ്റീസ് ബാച്ച് കൊടുക്കുമ്പോൾ അവിടെ പുതിയ അധ്യാപകരെ സ്കൂൾ നിയമിക്കേണ്ടതായി വരുന്നു. പക്ഷെ അത് ഡെയിലി വേജിലാണ് സ്കൂൾ അധ്യാപകരെ നിയമിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അധ്യാപക നിയമനം അവിടെ നടക്കുന്നില്ല. ആ സ്കൂളിൽ ഇപ്പൊ 5 ബാച്ചാണുള്ളത്. ഈ 5 ബാച്ച് ഈ 5-6 ബാച്ച് വെച്ചിട്ട് ഏകദേശം 100-300 കുട്ടികൾക്ക് മാക്സിമം പോയാൽ അവിടെ പഠിക്കാൻ പറ്റുന്നുള്ളൂ. അവിടെ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 401. ഞങ്ങളുടെ സ്കൂളിൽ മാത്രം, ഒറ്റ സ്കൂളാണ് ഞാൻ കണക്കിൽ മുന്നോട്ട് വെക്കുന്നത്. ഒരു സ്കൂളിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും ആ സ്കൂളിൽ ഒരു കോഴ്സിനും, അവരിഷ്ടപ്പെടുന്ന കോഴ്സിൽ നിന്ന് പോട്ടെ, ഒരു കോഴ്സിനും മുഴുവനായി അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ, പാലക്കാട് ജില്ലയിലടക്കം നിലവിലുണ്ട്. ഇങ്ങനെയുള്ളതാണ് മലപ്പുറത്തിന്റെ അല്ലെങ്കിൽ മലബാറിന്റെ യാഥാർത്ഥ്യം. ഈ മലബാറിന്റെ യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ, ഇവിടെയുള്ളത് MSF ഉണ്ടാക്കുന്ന കള്ളക്കണക്കുകളാണ്, MSF വ്യാജ നിർമ്മിതി ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന പെരുപ്പിച്ച കണക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ മന്ത്രി നമ്മളെ പറ്റിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ബോധ്യമായോ എന്ന അജംസിന്റെ ചോദ്യത്തിന് ഉത്തരം ഇയാൾ പൊട്ടം കളിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ മറുപടി. ശരി, ശ്രീ നൈം ഗഫൂർ, അപ്പോൾ മന്ത്രി ഇന്ന് അവതരിപ്പിച്ച കണക്കെന്താണ്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നജ്മയോടും ചോദിച്ചു. നജ്മ പറയുന്നത് യാഥാർത്ഥ്യമാണ്, പക്ഷെ മന്ത്രി പറയുന്ന കണക്കിന്റെ പൊരുൾ എന്താണ്? മന്ത്രി പറയുന്ന കണക്കിന്റെ പൊരുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലബാറിലെ വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കാനുള്ള സീറ്റ് നൽകാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്ന കണക്കിൻ്റെ ആകെയുള്ള പൊരുൾ. നിങ്ങൾ നോക്ക്, എത്ര കുട്ടികളാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക്, ഈ സൈറ്റിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സ്വഭാവത്തിൽ മലപ്പുറം ജില്ലയിൽ ഏകദേശം 32,000-ഓളം വിദ്യാർത്ഥികൾ നിലവിൽ അവസ്ഥയിൽ പുറത്താണ്. 82,000-ഓളം വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തു. അവിടെ ആകെയുള്ള സീറ്റ് 50,000-ഓളം വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. ഈ പറഞ്ഞു കഴിഞ്ഞാൽ 32,000-ന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ 3 ഘട്ട അലോട്ട്മെൻറ്റ്, സർക്കാർ 3 അലോട്ട്മെൻറ്റാണല്ലോ പറഞ്ഞത്. തിങ്കളാഴ്ച ക്ലാസ് ആരംഭിക്കുകയാണ് 24-ാം തീയതി. 3 ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തിയായി
തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുന്ന സന്ദർഭമായിട്ടും മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠിക്കാൻ ആഗ്രഹിച്ച് അപ്ലൈ ചെയ്ത 32,000-ലധികം വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കാൻ അവസരങ്ങളില്ല. സർക്കാർ ക്ലാസ് തുടങ്ങാൻ ആരംഭിക്കുന്നു. ഈ സമയത്ത് പുതിയൊരു കണക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഈ കണക്കിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ മലബാറിൽ ഹയർ സെക്കൻഡറി സീറ്റ് നൽകാൻ സന്നദ്ധമല്ല എന്നുള്ളത് ആ കണക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ കണക്ക് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. സർക്കാർ പറയുന്ന കണക്ക് ഈ ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച കോഴ്സ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ കണക്ക്, അതുപോലെ തന്നെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം തൊട്ടടുത്ത ജില്ലയിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളെ പുറത്താക്കിയ കണക്ക്, മലപ്പുറം ജില്ലയിലെ കണക്ക് പറഞ്ഞപ്പോൾ വളരെ വിചിത്രമായൊരു കണക്കാണ്. മലപ്പുറം ജില്ലയിലെ അഡ്രസ്സ് ഇല്ലാതെ, അഥവാ അവിടെ ജോലി കിട്ടിയ രക്ഷിതാക്കളുണ്ടാകാം, അവിടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം, ആ ജില്ലയിൽ അഡ്രസ്സില്ല, ആ ജില്ലയുടെ അഡ്രസ്സ് അല്ലാതെ എന്നാൽ അവിടെ സ്ഥിരതാമസമാക്കിയ വിദ്യാർത്ഥികൾ അവിടെ ഹയർ സെക്കൻഡറി സീറ്റിന് അപ്ലൈ ചെയ്തവരുടെ കണക്ക് പോലും ഒഴിവാക്കി. എന്നിട്ടൊരു പുതിയ കണക്ക് അവതരിപ്പിക്കുന്നു. അങ്ങനെയുള്ള മന്ത്രിക്ക് ഒഴിവാക്കാൻ കഴിയാവുന്ന മുഴുവൻ കണക്കുകളും ഒഴിവാക്കിയിട്ടും മലപ്പുറം ജില്ലയിൽ 14,000 വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. എന്നിട്ട് അതിനുശേഷം മന്ത്രി കളിക്കുന്നത് എന്താ? മലബാർ ഒഴിവാക്കി മൊത്തം ജില്ലയിലെ കണക്കെടുക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കണക്കെടുക്കൂ. എന്നിട്ട് ആ കണക്ക് കൊണ്ടൊരു അഭ്യാസം കളിക്കുന്നു. എന്താ കണക്ക് കൊണ്ട് മന്ത്രി ഉദ്ദേശിക്കുന്നത്? മലബാറിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരങ്ങളില്ല എന്ന വളരെ സ്പെസിഫിക് ആയൊരു ഡിമാൻഡിനെ മൊത്തം കേരളത്തിലേക്ക് നടന്നു. കേരളത്തിൽ ഈ വർഷം മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കറിയോ, കഴിഞ്ഞ വർഷം കേരളത്തിൽ 25 വിദ്യാർത്ഥികളില്ലാത്ത 129 ബാച്ചുകളുണ്ട്. അഥവാ 10 വിദ്യാർത്ഥികൾ പോലുമില്ലാത്ത 12-ലധികം ബാച്ചുകളുണ്ട്. ആ ബാച്ചുകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിൻ്റെ കണക്ക് അത് 12 എണ്ണം പത്തനംതിട്ടയിലാണ്, ആ 129 തെക്കൻ കേരളത്തിലാണ്. ആ കണക്ക് മുഴുവൻ, അഥവാ കഴിഞ്ഞ വർഷം പോലും ഒഴിഞ്ഞു കടന്ന കണക്കുകൾ, ഈ വർഷവും ഒഴിഞ്ഞു കടക്കാൻ സാധ്യതയുള്ള കണക്കുകൾ, ആ കണക്കുകൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ട് മലബാറിലെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണവും ലഭിച്ച അലോട്ട്മെൻറ്റിൻ്റെ വലിയ അന്തരത്തെയും മറികടക്കാനുള്ളത് ഒരു കാലത്തും വിദ്യാർത്ഥി സമൂഹം അംഗീകരിക്കാൻ പോകുന്ന കണക്കല്ല എന്ന് ശിവൻകുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിദ്യാർത്ഥികൾ 82,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ അലോട്ട്മെൻറ്റിന് അക്ഷയ സെൻറ്ററിൽ പോയി ക്യൂ നിന്ന് അവിടെ അപ്ലൈ ചെയ്ത് പിന്നെ എന്തിനാണ്? അവർ 50,000 വിദ്യാർത്ഥികൾക്കാണല്ലോ അലോട്ട്മെൻറ്റ് ലഭിച്ച്. മന്ത്രി പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ആ സീറ്റ് കൂടി വരും. എന്തുകൊണ്ട് അവർ അഡ്മിഷൻ എടുക്കുന്നില്ല? അത് പറയണമല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് 82,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പഠിക്കാൻ മലപ്പുറം ജില്ലയിൽ ആഗ്രഹിച്ച് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കുന്നില്ല. അവർ അഡ്മിഷൻ എടുക്കാൻ തയ്യാറാവോ? ഡോക്ടറാകാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ, എഞ്ചിനീയർ ആകാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ, സയൻസ് കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ, CA പോകണമെന്ന് വിചാരിച്ച കൊമേഴ്സ് എടുക്കണമെന്ന് ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിച്ച സീറ്റ് ലഭിക്കുന്നില്ല. അവർക്ക് വന്നു പോകാൻ പോലും സാധ്യതയുള്ള പ്രദേശത്ത് അഡ്മിഷൻ ലഭിക്കുന്നില്ല. ആ വിദ്യാർത്ഥികളുടെ മുമ്പിലുള്ള വഴി എന്താണ്? ആ സീറ്റ്, ആ അലോട്ട്മെൻറ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. ആ കണക്ക് പോലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിന്ന് കുറച്ച്, എന്നാൽ പോലും യോജിക്കാത്തൊരു വിചിത്രമായ കണക്ക്. ഇന്നലെ SFIയുടെ ദേശീയ പ്രസിഡന്റ്, CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് പോലും സമ്മതിക്കേണ്ടി വന്നില്ല ഈ കണക്ക്. ആ കണക്കിനെ പറ്റി എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി പറയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ഈ സീറ്റിൻ്റെ ക്ഷാമത്തെ എല്ലാവർക്കും അറിയാം. A+ ലഭിച്ച വിദ്യാർത്ഥികൾ പോലും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അവസരങ്ങൾ നമ്മൾക്ക് ലഭിക്കാത്ത സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മലപ്പുറം ജില്ലയിലെ 2 വിദ്യാർത്ഥികൾ, പരപ്പനങ്ങാടിയിലെ ഹാദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവർ ജീവിതം അവസാനിപ്പിച്ചു. അവരുടെ കുടുംബം, ഞങ്ങൾ ആ വീട്ടിൽ പോയവരാ, ആ കുടുംബത്തിലെ പരപ്പനങ്ങാടിയിലെ കുടുംബം എന്താ പറയുന്നത്? സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, 4:30 വരെ ചിത്രം വരച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി അലോട്ട്മെൻറ്റ് നോക്കിയതിന് ശേഷം ജീവിതം അവസാനിപ്പിച്ചു. 2 ദിവസം മുമ്പല്ലേ താനൂരിലെ കടപ്പുറത്ത് നിന്ന് ഒരു പെൺകുട്ടി വളരെ അസ്വാഭാവികമായിട്ട് കടപ്പുറത്ത് നിൽക്കുമ്പോൾ താനൂരിലെ നാട്ടുകാർ ആ പെൺകുട്ടിയെ കണ്ടു, അവളോട് സംസാരിച്ചു. എന്താണ് ആ കുട്ടി പറഞ്ഞത്? ഹയർ സെക്കൻഡറിക്ക് സീറ്റ് കിട്ടാത്ത മനോവിഷമത്തിൽ കടൽ തീരത്തെത്തിയ കുട്ടി മലപ്പുറം ജില്ലയിൽ. ഇങ്ങനെ വളരെ സോഷ്യൽ മീഡിയയിൽ കൂടി, ഗ്രൗണ്ടിലെ റിയാലിറ്റിയിലെ കൂടി, വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള യാഥാർത്ഥ്യത്തെ കൂടി CPMലെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും SFIക്ക് പോലും ബോധ്യമായ ഒരു കണക്കിനെ ഏത് കണക്ക് കൊണ്ടാണ് ശിവൻകുട്ടിക്ക് മറച്ചു പിടിക്കാൻ സാധിക്കുക എന്നെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം തീർത്ത് പറയാം, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഈ കണക്കിനെ, ശിവൻകുട്ടിയുടെ കള്ളക്കണക്കിനെ അംഗീകരിക്കില്ല. അദ്ദേഹം അതിനുശേഷം മലബാറിലേക്ക് എത്തിയില്ല. മലബാർ
മലബാറിൽ വഴി നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രക്ഷോഭത്തെ ശിവൻകുട്ടിക്ക്, ഈ കള്ളക്കണക്കിനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ശിവൻകുട്ടിക്ക് നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ, LDFിൻ്റെ പ്രകടന പത്രികയിൽ 2021 എഴുതി വെച്ചിട്ടുണ്ട് മലബാറിലെ വിദ്യാഭ്യാസ പ്രതിസന്ധി പരിഹരിക്കും എന്നാണ്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷത്തിനിടയിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മുമ്പ് ഇവിടെ നജ്മ തബ്ഷീർ വിശദീകരിച്ചതുപോലെ ചില വർഷങ്ങളിൽ സീറ്റ് വർദ്ധിപ്പിക്കുകയോ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും തികയുന്നില്ല. ഇത് LDF അംഗീകരിച്ചതാണ്, ഇങ്ങനെ ഒരു +1 സീറ്റ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പ്രതിസന്ധി മലബാറിലുണ്ട് എന്ന്. ഇങ്ങനെ ഈ പ്രതിസന്ധി മുന്നിൽ നിൽക്കെ അത് പരിഹരിക്കേണ്ട മന്ത്രി ഏതൊക്കെയോ കണക്കുമായി വന്ന് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ MSFും KSU ഒക്കെ ചുമ്മാ സമരം ചെയ്യുന്നതാണ് എന്ന് പറയുകയാണ്. അതേസമയം തന്നെ CPMന്റെ വിദ്യാർത്ഥി സംഘടന SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ വന്ന് പറയുന്നു വാച്ച് അനുവദിച്ചേ മതിയാകൂ, പ്രതിസന്ധി ഉണ്ട് എന്ന്. എന്തിനാണ് മന്ത്രി ഈ കള്ളക്കണക്ക് പറയുന്നത്? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം ബിനീഷ്, കണക്ഷൻ പ്രശ്നം ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ബിനീഷ്, കേൾക്കാം. ഹലോ ബിനീഷ്, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ബിനീഷ്, കേൾക്കാം, പറഞ്ഞോളൂ. ബിനീഷ്, കേൾക്കാം, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം ബിനീഷ്, പറഞ്ഞോളൂ. പ്രശ്നം ഇല്ല, പറഞ്ഞോളൂ. ഹലോ, പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, പറയുന്നത് കേൾക്കാമോ? കേൾക്കാം ബിനീഷ്, പറഞ്ഞോളൂ. ഞാൻ ബിനീഷിലേക്ക് വരാം, അതൊന്ന് ശരിയാക്കണേ പെട്ടെന്ന് പ്ലീസ്. നജ്മ തന്നെ പറയുന്നുണ്ട് അബ്ദുറബിന്റെ കാലത്ത് കുറെ ബാച്ചുകൾ അനുവദിച്ചു, അതാണുള്ളത്. അപ്പോൾ നജ്മ തന്നെ പറയുന്ന ഒരു ഉദാഹരണത്തിൽ 2000-ലധികം കുട്ടികൾ SLC പാസ്സാവുന്നിടത്ത് ഇപ്പോഴും 3-1 പോലും +1 സീറ്റുകൾ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു സ്കൂളിൽ 2000 കുട്ടികൾ പാസ്സാവുന്നിടത്ത് 300 സീറ്റ് മാത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അന്നേ പരിഹരിക്കാവുന്ന പ്രശ്നമാണല്ലോ. അവിടെ 2000 കുട്ടികൾ പെട്ടെന്ന് ഈ കൊല്ലം 2024 ഉണ്ടായതല്ലോ. തീർച്ചയായും അങ്ങനെ കണക്ക് പറയുകയാണെങ്കിൽ അതിന്റെ ആദ്യം മുതലുള്ള ചരിത്രം തന്നെ പറയേണ്ടി വരും. ഈ 98-2001 ഈ +1 നമ്മളെ ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തിട്ട് ഇടത് സർക്കാർ എയ്ഡഡ് മേഖലയിൽ സീറ്റ് അനുവദിച്ചപ്പോൾ, ഗവൺമെന്റ് സ്കൂളുകൾ നിൽക്കട്ടെ, എയ്ഡഡ് മേഖലയിൽ സ്കൂളുകൾ അനുവദിച്ചപ്പോൾ അന്ന് മുതലുള്ള കണക്കുകൾ എടുക്കണേ. നിങ്ങൾ ചരിത്രപരമായിട്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചരിത്രപരമായി തന്നെ അതിന് മറുപടി പറയേണ്ടി വരും. അന്ന് 397 +1 സ്കൂളുകൾ അനുവദിക്കുകയുണ്ടായി. പ്രീ ഡിഗ്രിയിൽ നിന്ന് +2യിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടായ സമയത്ത് 397 സ്കൂളുകളാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 397 സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളിൽ തന്നെയുണ്ട് കൃത്യമായിട്ടുള്ള ഒരു അനീതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലേക്ക് തന്ന സ്കൂളുകളുടെ എണ്ണത്തിൽ, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകൾക്ക് തന്ന സ്കൂളുകളുടെ എണ്ണത്തിലൊക്കെ കൃത്യമായ ഒരു ആനുപാതിക കുറവ് അന്ന് നമുക്ക് കാണാൻ പറ്റും. 397 സ്കൂളുകളിൽ അന്ന് ഞാൻ ഇത് സാമുദായികമായി പറയുന്നത് ഇത് അങ്ങനെ തന്നെ സൂചിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം എയ്ഡഡ് സ്കൂളുകൾ കൃത്യമായ ഓരോ മാനേജ്മെന്റിന് കീഴിലാണ്. ആ മാനേജ്മെന്റുകൾക്ക് അന്നത്തെ LDF സർക്കാർ കൊടുത്ത എണ്ണത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടേ ഇത് പറയാൻ പറ്റുള്ളൂ. ഇനി അതിനെ വർഗീയതയാക്കി പറയാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ വർഗീയവാദിയായി കൂട്ടിക്കോളും. ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് 183 സ്കൂളുകളും, നായർ സമുദായത്തിന് 92 സ്കൂളുകളും, ഈഴവ സമുദായങ്ങൾക്ക് 71 സ്കൂളുകളും അനുവദിച്ചപ്പോൾ അന്ന് മുസ്ലിം സമുദായത്തിന് നൽകിയത് വെറും 51 സ്കൂളുകളാണ്. സംസ്ഥാന ജനസംഖ്യയുടെ ഒരു വലിയ ഭാഗം വരുന്ന ഈ മലബാറിൽ നൽകിയത്, അല്ലെങ്കിൽ മലബാറിലെ സ്കൂളുകളിലേക്ക് നൽകിയ സ്കൂളുകളുടെ എണ്ണത്തിൽ തന്നെ കൃത്യമായ ഒരു ആനുപാതിക കുറവ് ആ +1 എന്ന് പറയുന്ന സംവിധാനം തുടങ്ങിയ കാലത്ത് തന്നെ ഉണ്ട്. അന്ന് ഇടതുപക്ഷം ചെയ്ത ഒരു ക്രൂരതയുടെ അവഗണനയുടെ ഫലമാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിന്നീട് അങ്ങനെയാണെങ്കിൽ 2001-2006 കാലഘട്ടത്തിൽ UDFന്റെ ഗവൺമെന്റ് വരികയും നാലകത്ത് സൂഫി വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ടായ സമയത്ത് ഇതുപോലെ
+1 ആനുപാതികമായി അന്നത്തെ വിദ്യാഭ്യാസ വിജയ നിരക്കനുസരിച്ച് +1 ആനുപാതികമായി സീറ്റ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് 2006-2011 കാലഘട്ടത്തിൽ LDFന്റെ ഗവൺമെന്റാണ് വന്നത്. യാതൊരു മാറ്റവും നടന്നിട്ടില്ല. 2011-16 കാലഘട്ടത്തിൽ ആ കാലഘട്ടം എടുത്തു പറയേണ്ടതാണ്. ആ കാലഘട്ടത്തിൽ കൃത്യമായി ഒരുപാട് സ്കൂളുകൾ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ആ 2016 മുതൽ 2011 മുതൽ 16 വരെ അബ്ദുൾ റബ്ബിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെയുള്ള ഒരുപാട് സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായത്. 2011-16 കാലഘട്ടത്തിലാണ്, അബ്ദുൾ റബ്ബിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് 2011 തന്നെ 2011 അധികാരത്തിൽ ഏറ്റ വർഷം തന്നെ UDFന്റെ ഗവൺമെന്റ് 552 +1 ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. 8 വർഷങ്ങളിൽ അനുവദിച്ച +1 ബാച്ചുകളുടെ എണ്ണം നിങ്ങൾ വെറുതെ കമ്പയർ ചെയ്ത് നോക്കണേ, 0. 552 +1 ബാച്ചുകൾ 2011 മാത്രം അനുവദിച്ചിട്ടുണ്ട്. 2014 95 ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 131 പുതിയ +1 സ്കൂളുകളും 181 അധികം ബാച്ചുകളും അടക്കം 699 ബാച്ച് ആ വർഷം മാത്രം നിലവിൽ വന്നിട്ടുണ്ട്. ഇത് കണക്ക് ഞാൻ അതുപോലെ നോക്കി വായിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഓർമ്മിപ്പിക്കാം. 2014-15-16 കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും അതുപോലെ തന്നെ അബ്ദുൾ റബ്ബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്ത കാലത്ത് അവരിറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരുപാട് ബാച്ചുകൾ അനുവദിക്കുകയും സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കുട്ടി പോലും പുറത്തിറക്കില്ലാണ്. ഒറ്റ കുട്ടി പോലും, അന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒറ്റ കുട്ടി പോലും പുറത്തിറക്കില്ല. ഗവൺമെന്റ് സ്കൂളിൽ നിങ്ങൾക്ക് ഇനി അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ പോവുക. ആ ഗവൺമെന്റ് സ്കൂളിൽ 25-ലധികം കുട്ടികളുണ്ടെങ്കിൽ പുതിയ ബാച്ച് ഉണ്ടാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അന്ന് അത്രയും ആനുപാതികമായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്ന് അതിനെ വർഗീയതയായിക്കൊണ്ട് അബ്ദുൾ റബ്ബിന്റെ കഴിവുകേടായിക്കൊണ്ടൊക്കെ ചിത്രീകരിക്കാനാണ് ഇവിടെയുള്ള ഈ ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അന്ന് ആനുപാതികമായി വർദ്ധിപ്പിക്കാനുള്ള കൃത്യമായ ശ്രമമുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിൽ എന്തുണ്ടായി? കുട്ടികളുടെ വിജയ ശതമാനത്തിൽ മാറ്റം ഉണ്ടായില്ലേ? കുട്ടികൾ പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായില്ലേ? ആ 8 വർഷം കൊണ്ട് എത്ര സീറ്റാണ്, എത്ര ബാച്ചാണ് വർദ്ധിപ്പിച്ചത്? 1% ആത്മാർത്ഥതയോടുകൂടി അതിന് മറുപടി പറയാമെങ്കിൽ ബാക്കി കണക്കുകളുമായി അടുത്ത സമയത്ത്. ശ്രീ ബിനീഷ്, ഇന്നലെ SFIയുടെ ദേശീയ അധ്യക്ഷൻ VP സാനു പറയുന്നു, ബാച്ചുകൾ അനുവദിച്ചേ പറ്റൂ, പ്രതിസന്ധി റിയലാണ്, പ്രതിസന്ധി യാഥാർത്ഥ്യമാണ്. ഇന്ന് മന്ത്രി അതിന് മറുപടി എന്നോണം പറയുന്നു, ഒരു കണക്ക് അവതരിപ്പിക്കുന്നു. ആ കണക്ക് എന്താണെന്ന് ഡീകോഡ് ചെയ്യാൻ തന്നെ വലിയ പാടാണ്. മാധ്യമപ്രവർത്തകർക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്ത് കണക്കാണ്. മുമ്പ് അദ്ദേഹം പറഞ്ഞ കണക്കല്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. എങ്കിൽ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുമായി ഇപ്പോൾ മന്ത്രി രംഗത്തെത്തുന്നത്? കാരണം നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് മലബാറിലെ വിദ്യാഭ്യാസ പ്രതിസന്ധി പരിഹരിക്കുമെന്നത്. നോക്കൂ, ഞാൻ പറയുന്ന ശ്രീ ജെയിംസ് കേൾക്കാമല്ലോ? കേൾക്കാം ബിനീഷ്, പറഞ്ഞോളൂ. കേരളത്തിന്റെ നിയമസഭ ചേരുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിനകത്തെമ്പാടും നല്ല നിലക്കുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും തർക്കങ്ങളുമെല്ലാം നടക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലെ സീറ്റുമായി തെറ്റായ കണക്കുകൾ വിദ്യാർത്ഥി സംഘടനകൾ ചിലരും ചില സാമുദായിക സ്വഭാവം പുലർത്തുന്ന സംഘടനകളും ആവർത്തിക്കുകയാണ്. ഇത് പലതും ശുദ്ധാസംബന്ധങ്ങളുമാണ്. ഞാൻ ആവർത്തിക്കുന്നു, നിയമസഭ ചേരുന്ന സമയമാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, മന്ത്രി അവതരിപ്പിച്ച കണക്ക് കൃത്യമാണെന്നാണ് ബിനീഷ് പറയുന്നത്. പറയട്ടെ, നമ്മള് ഇപ്പൊ കേരളത്തില് കേവലം പ്രീ ഡിഗ്രി ആയിരുന്ന ഹയർ സെക്കൻഡറി ഇന്നത്തെ അവസ്ഥയിലേക്ക് ആരംഭിച്ച് വ്യാപിപ്പിച്ച് വിപുലപ്പെടുത്തിയതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. മലപ്പുറം ജില്ല മാത്രം എടുത്താൽ LDF സർക്കാരിന്റെ കാലത്താണ് കൂടുതൽ ബാച്ചുകൾ മലപ്പുറത്ത് ആരംഭിച്ചത്. നോക്കൂ, UDF അനുവദിച്ച സീറ്റുകളിൽ മഹാഭൂരിപക്ഷം ഏതാണ്ട് 350ഓളം ബാച്ചുകളിലായി. ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം 11,000 അൺഎയ്ഡഡ് ബാച്ചുകളിലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോണം. ഇപ്പോൾ നിലവിൽ അണ്ണയുടെ വിടു ബിനീഷ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ +2 പ്രീ ഡിഗ്രിയിൽ നിന്ന് വേർപെടുത്തി +2 തുടങ്ങിയതിന് ശേഷം EK നായനാർ സർക്കാരുണ്ടായി, പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരുണ്ടായി, VS അച്യുതാനന്ദൻ സർക്കാരുണ്ടായി, പിന്നെ ഉമ്മൻചാണ്ടി വന്നു, ഇപ്പോൾ 2 പ്രാവശ്യം പിണറായി വിജയൻ ഭരിക്കുന്നു. അതായത് ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായി ഭരിച്ചിട്ടുള്ളത് LDF ആണ്. നിങ്ങൾ ടോട്ടൽ തുടങ്ങിയ പുതിയ ബാച്ചുകളുടെ എണ്ണം പറ. അത് +2 തുടങ്ങുമ്പോൾ തുടങ്ങിയ ബാച്ചല്ല, അതിനുശേഷം VSന്റെ കാലത്തും ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും തുടങ്ങിയ അനുവദിച്ച ബാച്ചുകളുടെ എണ്ണം, സ്കൂളുകളുടെ എണ്ണം, അത് പറ, കണക്കുകൾ സംസാരിക്കട്ടെ. കൃത്യമായി നമ്മൾ കണക്ക് വെച്ച് തന്നെ സംസാരിക്കാം. നേരത്തെ വിദ്യാർത്ഥി പ്രതിനിധി സംസാരിച്ചപ്പോ ഇടയ്ക്ക് ഇടപെടാതിരുന്നത് പോലെ
നിലവിൽ കണക്ഷന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് കണക്ക് വെച്ചുകൾ പറയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നിയമസഭ ചേരുന്ന ഘട്ടമാണ്. നിലവിൽ +1 സീറ്റുകളുടെ ലഭ്യതയും കണക്കും അലോട്ട്മെന്റും എല്ലാം സംബന്ധിച്ച് ആധികാരികമായി കണക്ക് വെച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അങ്ങനെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരു തെറ്റായ കണക്ക് വെച്ച് മുന്നോട്ട് പോകുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല, ഈ സർക്കാരിനില്ല എന്നുള്ളത് കൂടി അസന്നിഗ്ധമായി സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കണക്ക് വി പി സാനുവിനെ പഠിപ്പിച്ചാൽ പോരെ ബിനീഷ്? വി പി സാനു പറയുന്നു ഇത് റിയൽ ആണ്, ഈ പ്രതിസന്ധി റിയൽ ആണ്, ഈ ബാച്ചുകൾ അനുവദിച്ചേ മതിയാകൂ എന്ന് പറയുന്നു. അങ്ങനെ ബാച്ചുകൾ അനുവദിക്കേണ്ട പ്രതിസന്ധി ഇല്ലെങ്കിൽ അത് സാനുവിനെ വിളിച്ചത് തിരുത്തിച്ചാൽ പോരെ? വി പി സാനുവിന് മനസ്സിലാകാത്ത ഈ കണക്ക്, വി പി സാനുവിന് മനസ്സിലാവാത്ത കണക്ക് MSFനും KSUവിനും മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? നമുക്ക് പറയാം, കണക്ക് വെച്ച് പറഞ്ഞതിന് ശേഷം തർക്കങ്ങളാവാലോ, ചർച്ചകൾ തുടരാലോ. യാഥാർത്ഥ്യമാണല്ലോ, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ചർച്ചകളല്ലേ. നമുക്കതിനകത്ത് ഒരുപാട് വലിയ ആശങ്കകൾ വേണ്ട. നോക്കൂ, മലപ്പുറം ജില്ലയിൽ UDFന്റെ കാലത്ത് കൊടുത്ത ബാച്ചുകളിൽ നിരവധിയായിട്ടുള്ള അൺഎയ്ഡഡ് ബാച്ചുകൾ, അതിൽ ഇപ്പൊ ലഭ്യമായിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് 11,000-ഓളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപേക്ഷ കൊടുത്ത് അലോട്ട്മെന്റ് നടപടികൾ ഇപ്പൊ 2-3 ഘട്ടം പൂർത്തിയാകുമ്പോൾ ജോയിൻ ചെയ്യാത്ത ഏതാണ്ട് 10,000-ഓളം കുട്ടികൾ മലപ്പുറം ജില്ലയിലുണ്ട്. അപേക്ഷിച്ചിട്ടും നിലവിൽ പ്രവേശനം നേടാത്ത കുട്ടികൾ അലോട്ട്മെന്റ് ആയിട്ടും അങ്ങനെയുള്ള കുട്ടികളുണ്ട്. നമുക്ക് മനസ്സിലാക്കി പോകണം കണക്കില്ല. ആ കണക്ക് മന്ത്രി ഇത് പറഞ്ഞു, അപേക്ഷിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ 10,000-ലധികം വിദ്യാർത്ഥികളുടെ കണക്ക് മന്ത്രി പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഫുൾ A+ കിട്ടിയിട്ട് അവരോട് പോയി ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പറഞ്ഞാൽ അവർക്ക് സൗകര്യമില്ല. മന്ത്രി പറയുന്ന കോഴ്സിന് അവർ ചേരില്ല. ശ്രീ അജിംസ് പറയൂ, കുറച്ച് വെയിറ്റ് ചെയ്യൂ, ഒരു 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റ്. നോക്കൂ, നിലവിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കാത്ത് നിൽക്കുന്ന ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ മലപ്പുറത്തിന്റെ സീറ്റ് പുതിയ കണക്ക് ഏതാണ്ട് 11,000-ഓളം ഉണ്ട്. അൺഎയ്ഡഡ് ബാച്ചുകളുമായി ബന്ധപ്പെട്ട് 21,000 സീറ്റുകൾ നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ഇനി നോക്കൂ, ജൂലൈ 2 വരെ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എത്ര അപേക്ഷകൾ വരും എന്നതിനെ കൂടി കണക്കിലെടുത്ത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും കുട്ടികൾക്ക്, അർഹതയുള്ള കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും നിലവിലത്തെ സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ സീറ്റുകൾ ഉണ്ട് എന്നുള്ളതുമാണ് മന്ത്രി പറഞ്ഞ കണക്കുകൾ കൂടെ വ്യക്തമാക്കേണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ മാനേജ്മെന്റ് കോട്ടയിൽ ഏതാണ്ട് 7,000-ൽ പരം കുട്ടികൾ പ്രവേശനം നേടിയതാണ്. നിലവിൽ ലഭ്യമായ കണക്ക് പ്രകാരം മാനേജ്മെന്റ് കോട്ടയിൽ, കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം 1000-ആണ്, 1000-ൽ താഴെയാണ്. അവർക്കും ജൂലൈ 1 വരെ ഇതുമായി ബന്ധപ്പെട്ട സമയം ഗവൺമെന്റ് നിലവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അപേക്ഷിച്ചവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് അതൊരു ബാലിശമായ വാദമല്ല. നമ്മൾ കാണേണ്ടത് 10ാം ക്ലാസ് വരെ കോഴ്സിന്റെ സ്വഭാവമല്ല. ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ 50ഓളം വിഷയ കോമ്പിനേഷനുകൾ, റയർ സബ്ജക്റ്റുകൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ മ്യൂസിക് എന്ന് പറയുന്ന സബ്ജക്ട്, മ്യൂസിക് പഠിക്കണമെന്ന് ഏതൊരു കുട്ടിക്കും ആഗ്രഹിക്കാം. മ്യൂസിക്കിലേക്ക് വരാം. ഇന്ന് മന്ത്രി പറഞ്ഞതായി കൈരളി ചാനലിന്റെ വെബ്സൈറ്റിൽ ഉള്ള വാക്ക് ഞാൻ വേറെ മാധ്യമങ്ങളൊന്നും കോട്ട് ചെയ്യുന്നില്ല. മലപ്പുറം ജില്ലയിൽ +1ലേക്ക് 74,840 അപേക്ഷകളാണ് ആകെ ലഭിച്ചത്. 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ ബാക്കിയിരിക്കും. ഒരു നിമിഷം വിനീഷ്. 44,335 പേർ പ്രവേശനം നേടി. ഇനി ആകെ ഒഴിവുള്ളത് 21,550 സീറ്റുകളാണ്. അതായത് 74,840 അപേക്ഷകളിൽ 44,335 പേർ പ്രവേശനം നേടിയപ്പോൾ ഒഴിവുള്ളത് 21,550 സീറ്റാണ്. അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിവാക്കിയാൽ 11,083 സീറ്റുകൾ ഒഴിവ് വരും. ഇതെന്താണ് മന്ത്രി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ ഈ മന്ത്രി പറഞ്ഞതായിട്ട് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. മന്ത്രി പറഞ്ഞതായി കൈരളി ചാനലിന്റെ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നു? നോക്കൂ, ഞാൻ പറഞ്ഞത് ഇന്ന് മലപ്പുറം ജില്ലയ്ക്കകത്തെ നിലവിലുള്ള അലോട്ട്മെന്റിന് ശേഷമുള്ള സീറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ട് മാനേജ്മെന്റ് കോട്ട വെച്ച്, കമ്മ്യൂണിറ്റി കോട്ട വെച്ച് പ്രവേശനം നേടിയ കുട്ടികൾ ഒരെണ്ണം, മറ്റൊന്ന് അപേക്ഷിച്ച് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ജോയിൻ ചെയ്യാത്ത കുട്ടികൾ കുറച്ച്. ആ നിലക്കുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കാണേണ്ടത് അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിവാക്കിയാലും 2,854 സീറ്റുകളുടെ കുറവ് മാത്രമാണ് ഉണ്ടാവുക എന്ന് മന്ത്രി അസന്ദിഗ്ധമായി കണക്ക് വെച്ച് പറയുന്നു. അത് അൺഎയ്ഡഡ് സീറ്റുകൾ മാറ്റി നിർത്തുക എങ്കിൽ പോലും ഈ 2,854 സീറ്റുകളുടെ കുറവ്, അത്രയും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടാതെ പോകൂ, അത് പിന്നീട് പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ കണക്ക് എങ്ങനെയാണ് ശരിയാവുക? എനിക്ക് മനസ്സിലാവുന്ന ആ കണക്ക് കൂട്ടി ഒന്ന് പറഞ്ഞാൽ മതി. അജിംസി, ഈ കണക്ക് നോക്കൂ. മലപ്പുറത്ത് നിന്നും ഈ വർഷം 10ാം ക്ലാസ്സിൽ നിന്നും ഉപരിപഠനത്തിൽ നേടിയ കുട്ടികളുടെ എണ്ണം 79,676. 10ാം ക്ലാസ്സിന് ശേഷമുള്ള
തൊട്ടടുത്ത കോഴ്സിന്റെ ഉപരിപഠന സാധ്യത മലപ്പുറത്തുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 80,250 ഹയർ സെക്കൻഡറി മേഖലയിൽ മാത്രം 71,036 സീറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ 2,850, ITIകളിൽ 5,484, പോളിടെക്നിക്കിൽ 880. ഇത് നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകളാണ്, വളരെ കൃത്യമായ കണക്കാണ്. സർക്കാർ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സയൻസ് കോമ്പിനേഷനിൽ 12,480 സീറ്റുണ്ട്. എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 11,530 സീറ്റുണ്ട്. എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലായി മലപ്പുറം ജില്ലയിൽ 24,010 സീറ്റുകൾ സയൻസും കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് മാത്രമുണ്ട്. അൺഎയ്ഡഡിന്റെ കൂടി എടുത്താൽ അത് പിന്നെയും അതിലധികമായി വരും. ഇവിടെ വിഷയം റയർ സബ്ജക്റ്റുകള്, വിഷയ കോമ്പിനേഷനുകൾ, അതിന്റെ വൈവിധ്യം, ആ സവിശേഷതകളെല്ലാം പരിഗണിച്ച് ഇഷ്ടമുള്ള കുട്ടിക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ ഇഷ്ടമുള്ള സ്കൂളിൽ തന്നെ കിട്ടുക എന്നത് ആഗ്രഹമാണ്, യാഥാർത്ഥ്യമാവേണ്ടതാണ്, ഗവൺമെന്റുകൾ പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷെ ഇവിടെ കാണേണ്ടത് ഇപ്പോ മ്യൂസിക് എന്ന് പറയുന്ന കോഴ്സ് സംസ്ഥാനത്താകെ 3 വിദ്യാലയങ്ങളിലേ ഉള്ളൂ. കേരളത്തിലെ ഏത് കുട്ടിക്കും അപേക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് പരിഹരിക്കണം, തർക്കമൊന്നുമില്ല. ബിനീഷ് എന്താ പറയുന്നത്? ബിനീഷ് പറയുന്നത് മന്ത്രി പറയുന്ന കണക്കിലേക്ക് വരൂ. മന്ത്രി പറയുന്ന ആകെ 2000 കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടാതെ പോകൂ എന്ന് പറയുന്നു. ആ കണക്ക് വസ്തുതാപരമാണോ എന്നൊരു ചോദ്യം. നോക്കൂ, കഴിഞ്ഞ വർഷം നമ്മൾ കണക്ക് എടുക്കേണ്ടത് എങ്ങനെയാ? കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയിലെ എല്ലാ അലോട്ട്മെന്റുകളും പൂർത്തിയായ കഴിഞ്ഞ ഘട്ടത്തിലും 5,008 സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നു. ഇത് യാഥാർത്ഥ്യമല്ലേ? ഒരു തർക്കവും എവിടെ ഒഴിഞ്ഞു കിടന്നു? 5,000 സീറ്റ് എവിടെയാണ് ഒഴിഞ്ഞു കിടന്നത് ബിനീഷ്? എവിടെയാണ് ഒഴിഞ്ഞു കിടന്നത് 5,000 സീറ്റ്? വിവിധ മേഖലകളിലായി ഒഴിഞ്ഞു കിടന്ന ആകെ സീറ്റ് നമ്മൾ അതിലേക്ക് വരാം. സംസ്ഥാനത്തല്ലേ? മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താ? സംസ്ഥാനത്തല്ലേ? മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം സംസ്ഥാനത്ത് 5,000 സീറ്റ് ഒഴിഞ്ഞു കിടന്നു. 5,000-ൽ കൂടുതൽ ഒഴിഞ്ഞു കിടക്കും. നമ്മൾ സംസാരിക്കുന്ന മലബാറിനെ കുറിച്ചാണ്, സവിശേഷമായി മലപ്പുറം ജില്ലയെ കുറിച്ചാണ്. അവിടെ ഒഴിഞ്ഞു കിടന്നു. ആ മലപ്പുറം ജില്ലയിൽ നിന്ന്, മലബാർ ജില്ലകളിൽ നിന്ന് കഴിഞ്ഞ വർഷം സ്കോൾ കേരള വഴിയോ അല്ലാതെയോ ഓപ്പൺ +2 പഠിച്ച കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് അറിയാം? സ്കോൾ കേരള വഴി ഉള്ളതിനേക്കാൾ എത്രയോ കുട്ടികൾ ഇതര മാർഗങ്ങൾ ഉപയോഗിച്ചു പോയി. അതെന്തുകൊണ്ടാണ് ഈ മന്ത്രി പറയുന്ന സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് ആളുകൾ പോകുന്നത്? എന്തുകൊണ്ടാണത്? നമ്മൾ കാണേണ്ടത് മലപ്പുറത്തിന്റെ ചില പ്രയാസങ്ങളുണ്ട്, അത് നമ്മൾ അംഗീകരിക്കാതെ പോകുന്നില്ല. ആ പ്രയാസം ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യാനാണ് മന്ത്രിയോട് പറയുന്നത്. മന്ത്രി അതിന് പകരം കള്ളക്കണക്ക് പറയാണ്. ബിനീഷ് ഈ പ്രശ്നമുണ്ട് എന്ന് VP സാനു SFIയുടെ നേതാവ് അഖിലേന്ത്യാ അധ്യക്ഷൻ പറയുന്നു. ഇത് റിയലാണ്, ഇത് ഉള്ള പ്രതിസന്ധിയാണ് എന്ന് പറയുമ്പോൾ മന്ത്രി കള്ളക്കണക്ക് പറഞ്ഞ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു. ഇതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് മന്ത്രി പറഞ്ഞല്ലോ, നിയമസഭ ചേരുന്ന സമയത്ത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രിക്ക് അങ്ങനെ കണക്ക് പറഞ്ഞ് ഒളിച്ചോടാനോ രക്ഷപ്പെടാനോ കഴിയില്ല. കള്ളക്കണക്ക് വേണ്ട. ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് മന്ത്രി അംഗീകരിക്കണ്ടേ? SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറയുന്നു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ മന്ത്രി പറയാം അങ്ങനെ പ്രശ്നമില്ല, വെറുതെ കണക്ക് പെരുപ്പിച്ച് കാണിക്കുകയാണെന്ന് പറയുന്നു. ഇതെന്ത് തരം ഉത്തരവാദിത്തമാണ്? ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ജനങ്ങളോട്. നിങ്ങളുടെ ഈ ചില അഭിപ്രായങ്ങളെ മാനിക്കുന്നു. ഇവിടെ വിഷയം അമിതാവേശം കൊണ്ട് ഇവിടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. പതിവിൽ നിന്ന് വ്യത്യസ്തമായി 16 ദിവസം മുൻപ് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് പ്രഖ്യാപിച്ച് അഡ്മിഷൻ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. സാധാരണ 2 മാസം 3 മാസം കഴിഞ്ഞാണ് ഹയർ സെക്കൻഡറിയിലെ ഏകജാലകം പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ പോലും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ തോന്നിയതുപോലെ ഒരു കാലത്ത് അശാസ്ത്രീയമായ കോഴ്സുകളും ബാച്ചുകളും കൊടുത്തതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അത് കൊടുത്തത് LDF ആണെന്നേ. ഈ +2 തുടങ്ങിയത് LDF ആണ്. PJ ജോസഫിന്റെ കാലത്ത് ചെയ്തതാണ്. അത് നിങ്ങൾ തന്നെയാണ് പരിഹരിക്കേണ്ടത് പ്രശ്നം ഉണ്ടെങ്കിൽ. ഇവിടെ UDF ഭരിക്കുന്ന കാലത്താണ് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് കോൺഗ്രസിന്റെ മുഖപത്രം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം EGN തൊഴുത്താണെന്ന് പറഞ്ഞത്. ആ EGN തൊഴുത്താണ് ഇന്ന് നല്ല അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി കേരളത്തിൽ അഭിമാനപൂർവ്വം മുന്നേറുന്നത്. അതിനെ കുറച്ച് കാണരുത്. 38 ബാച്ചുകൾ മതിയായ കുട്ടികളില്ലാതെ തെക്കൻ ജില്ലകളിൽ നിന്നും മലബാറിലേക്ക് മാറ്റിക്കൊടുത്തു. അതിൽ 18 ബാച്ചുകൾ എവിടെയാ? നമ്മുടെ മലപ്പുറം ജില്ലയിലാ. എത്രയോ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അവസരം ഈ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തതാ. അങ്ങനെയല്ലേ കണക്കുകൾ? മലപ്പുറം ജില്ലയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ബാച്ചുകളുടെ എണ്ണം എത്ര? താൽക്കാലികമായി അനുവദിച്ച ബാച്ചുകളുടെ എണ്ണം എത്ര? കണക്ക് വെച്ച് നമുക്ക് പറയാം. 192 ബാച്ചുകളാണ്. ഇവിടെ വിഷയം മതിയായ സീറ്റുകൾ ഇല്ലാത്തതല്ല, സീറ്റുകളുണ്ട്. പക്ഷേ അതിന്റെ അശാസ്ത്രീയമായിട്ടുള്ള ക്രമരഹിതമായിട്ടുള്ള വിതരണം അത് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം കമ്മിറ്റിയൊക്കെ നിയോഗിച്ചല്ലോ ബിനീഷ്. കഴിഞ്ഞ വർഷം അത് പരിഹരിക്കാൻ, ഈ അശാസ്ത്രീയമാണ് എന്ന് നിങ്ങൾ പറയുന്ന ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിച്ചു. ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് എവിടെയാണ്? പറയാം.
നോക്കൂ, അങ്ങനെ ഒരു കമ്മിറ്റി വെച്ചല്ലോ. ആ റിപ്പോർട്ട് എവിടെ? ആ റിപ്പോർട്ട് കൊടുത്ത റിപ്പോർട്ട് എവിടെ ബിനീഷ്? ആ റിപ്പോർട്ട് കുറഞ്ഞ പക്ഷേ സഭയിൽ വെക്കണ്ടേ? വേണ്ട, പബ്ലിക് ആക്കണ്ട, സഭയിൽ വെക്കണ്ടേ? ആ റിപ്പോർട്ട് ഒരു കമ്മീഷനെ വെച്ച് സർക്കാരിന് ലഭിച്ചാൽ ആ റിപ്പോർട്ട് സംബന്ധിച്ച് ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി ഉറപ്പുവരുത്തി അതിൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം സംബന്ധിച്ച് ചിലപ്പോൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ടാകും, സഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടതുണ്ടാകും. ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടില്ല, അടിയന്തരമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, കുട്ടികൾ മഴയത്ത് നിൽക്കുന്നു. ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാൻ മടങ്ങി വരാം ബിനീഷിലേക്ക്, മറ്റു ഇടവേളയ്ക്ക് ശേഷം ഒരു ബ്രേക്ക്. ശ്രീ നഈം ഗഫൂർ, ഇപ്പോൾ ബിനീഷ് വിശദീകരിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? മന്ത്രി പറഞ്ഞതും ബിനീഷ് പറയുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാനത് ഒരുപാട് നേരം കേട്ടു വന്നു. അദ്ദേഹം എന്താണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായതേയില്ല. അതിലൊന്ന്, എനിക്കത് കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് മൊത്തത്തിൽ ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ്. മൊത്തം കേരളത്തെ ഒറ്റ യൂണിറ്റായിട്ട് പരിഗണിക്കുകയും അവിടെ കഴിഞ്ഞ വർഷം 5008 സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നിട്ടുണ്ട്. കുറേ ആളുകൾക്ക് അഡ്മിഷന് എടുത്തിട്ട് ഈ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല. ഇതൊക്കെ എവിടെ എന്തുകൊണ്ട് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം സന്നദ്ധമാകണം. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് 82,000-ത്തിലധികം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തല്ലോ. എന്താണ് അപ്ലൈ ചെയ്തതിന് ഉദ്ദേശം? അവർ PGക്കോ ഡിഗ്രിക്കോ അപ്ലൈ ചെയ്തല്ലോ. ഹയർ സെക്കൻഡറി തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ച SSLC പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളല്ലേ അപ്ലൈ ചെയ്തത്. അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അവർ അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സയൻസ് ആഗ്രഹിക്കുകയും ആഗ്രഹിച്ച വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസ് ലഭിച്ചിട്ടുണ്ടാകാം. കൊമേഴ്സ് ആഗ്രഹിച്ച വിദ്യാർത്ഥിക്ക് അദ്ദേഹം ഇഷ്ടപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത കോഴ്സ് ലഭിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ കണക്ക് പോലും കുറച്ച്. ഇത് നോക്കൂ നിങ്ങൾ, ഇവിടെ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള ദിവസം അവസാനിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് മലപ്പുറം ജില്ലയിലെ 82,000-ത്തിലധികം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തു എന്നാണ്. പക്ഷേ ഇന്നത്തെ കണക്ക് നോക്കൂ, ഇന്ന് അവർ പറയുന്നത് എത്രയാണ്? 74,000 വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തു. എവിടെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ? അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ കണക്ക് സർക്കാരിൻ്റെ രേഖയായിട്ടുണ്ടായിരുന്നു. അതിലൊരു ഘട്ടത്തിൽ 82,000 എന്ന് പറഞ്ഞവർ എങ്ങനെയാണ് 74,000-ലേക്ക് താഴ്ന്നത്? എന്തുകൊണ്ട് ഇത്രയധികം വിദ്യാർത്ഥികളെ കണക്കിൽ നിന്ന് മാറ്റി നിർത്തി? ഇദ്ദേഹം അത് അത് മന്ത്രി നിർബന്ധപൂർവ്വം ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തോട് വിശദീകരിച്ചേ പറ്റൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതൊരു കാര്യം, അത് പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, മലബാറിൽ ഉയർന്നു വരുന്ന ഏത് വിദ്യാഭ്യാസ അവകാശത്തോടും കേരളത്തിലെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ സവിശേഷമായി സ്വീകരിക്കുന്ന സമീപനം എന്താണ്? കേരളത്തിലെ വി ശിവൻകുട്ടി ആദ്യഘട്ടത്തിലെ സമരത്തോട് സൂചിപ്പിച്ചത് ഇവിടെ ചിലർ മലപ്പുറം വികാരം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ KSCയുടെ പ്രതിനിധി എന്താണ് ഇവിടെ സൂചിപ്പിച്ചത്? ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ സാമുദായിക സ്വഭാവമുള്ള ചില സംഘടനകൾ കണക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന്. എന്താണ് ഈ നാടിനോട് മലബാർ പ്രദേശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനം? വംശീയ ഉള്ളടക്കമുള്ള വിവേചനമാണ്. ആ വംശീയ ഉള്ളടക്കമുള്ള വിവേചനത്തെ മറ്റ് വംശീയത ആരോപിച്ച്, അതിശക്തമായ പ്രദേശപരമായ വിവേചനത്തിന്റെ വംശീയത ആരോപിച്ച് എതിർക്കുന്ന ഒരു ശ്രമത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു നിലക്കും കേരളത്തിലെ സമൂഹം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം, ഇലക്ഷൻ തോൽവി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി ഇന്ന് പോലും സംസാരിക്കുന്നത് മുസ്ലിം ലീഗിനെതിരെയാണ്. മുസ്ലിം ലീഗിനെ പിൻ പോയിന്റ് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ഞങ്ങൾക്ക് +1 സീറ്റ് ഇല്ല ഇവിടെ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത്. നിങ്ങളുടെ വിലാപം ബധിരകർണങ്ങളിലേക്കല്ലേ പോകുന്നത്? രണ്ട് കാര്യം പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ CPMന്റെ പ്രതിനിധി ബിനീഷ് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മളൊക്കെ അവതരിപ്പിക്കുന്ന സാമുദായിക സ്വഭാവമുള്ള സംഘടനകൾ, വിദ്യാർത്ഥികൾ, മറ്റു ആളുകൾ അവതരിപ്പിക്കുന്ന കണക്കുകൾ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, തെറ്റായ കണക്കാണ്, ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് CPM കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, ഇവിടെ 10ാം ക്ലാസ് പാസ്സായി ഫുൾ A+ കിട്ടി, 80A+ കിട്ടി നിൽക്കുന്ന കുട്ടികളില്ലേ, കുട്ടികൾ പൊട്ടന്മാരാണെന്ന CPM കേരളത്തോട് ഇപ്പം ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നത് കുട്ടികൾ പൊട്ടന്മാരാണ് എന്നുള്ളതാണ്. ഈ അതേ അവസരത്തിൽ MSF പറയുന്നത് കുട്ടികൾ പഠിക്കുന്നവരാണ്, കുട്ടികൾക്ക് സീറ്റ് വേണം, കുട്ടികളുടെ ഭാവി അടുത്ത തലമുറ, 10ഉം 14ഉം വയസ്സുള്ള കുട്ടികളുടെ തലമുറ ബ്ലെൻഡായി പോകരുത് എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരരുത് എന്നുള്ളതാണ് MSF ഉന്നയിക്കുന്ന വിഷയം. ആ വിഷയം MSF ഉന്നയിക്കുമ്പോൾ മുസ്ലിം ലീഗ് അതിന്റെ സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, നിയമസഭയിൽ അടുത്ത 25-ാം തീയതി യൂത്ത് ലീഗ് വലിയൊരു സമരവുമായി മുന്നോട്ട് വരുമ്പോൾ ഈ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ജനകീയ വിഷയത്തെ, വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ട സമയത്ത് മുഖ്യമന്ത്രി പറയുന്നത് എന്താ?
ലീഗ് എന്താ SDPI ആണെന്ന് അല്ലെ, ലീഗിനെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് ലീഗിന്റെ മുഖം നഷ്ടപ്പെടുന്നു എന്നുള്ള രൂപത്തിലുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുസ്ലിം ലീഗ് പറയുന്നത് കുട്ടികളുടെ ഭാവിയാണ്. പിണറായി വിജയൻ പറയുന്നത്, CPM പറയുന്നത് മുസ്ലിം ലീഗ് വലിയ വർഗീയത പറയുന്നു. ഇതിലൊന്നും വലിയ പുതുമയില്ല, ഇവർ എല്ലാ കാലത്തും പറയുന്നതാണ്. ഇവർ മുസ്ലിം ലീഗിന്റെ മുഖം കെടുത്താനാണ് ശ്രമിക്കുന്നത്. നമ്മൾ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. ഇതേ മുഖ്യമന്ത്രിക്ക് ഇന്ന് ഇത് പറയാനുണ്ടായ മറ്റു വികാരങ്ങളും ഉണ്ടാവും. മുഖ്യമന്ത്രി വഴിയെ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സഹപ്രവർത്തകർ കരിങ്കൊടി കാണിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ സമരം ചെയ്ത് അറസ്റ്റിലായി ജയിലിലായിരിക്കുക, മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ. ഈ സഹപ്രവർത്തകർ ജയിലിലിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് അതിനെ അഭിസംബോധന ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ലീഗിനെ വീണ്ടും വർഗീയത ആരോപിക്കുന്നത്. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ ചേരാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷവും ഇതേപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ നിയമസഭയിൽ മറ്റൊരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രതിപക്ഷത്തിന് വാടപ്പിച്ചത്. പക്ഷേ ഇക്കുറി അത് എത്രമാത്രം പ്രതിപക്ഷം ടോളറേറ്റ് ചെയ്യും എന്നാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. വളരെ നന്ദി ശ്രീ നജ്മ തബ്ഷീറ, നൈം ഗഫൂർ, ശ്രീ PJ ബിനീഷ് ഇത്രയും സംസാരിച്ചതിന് ഇടവേള.